എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. സെൽഫ് ലവ് ഇത്ര വലിയ കാര്യമാണോ എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്താണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളെ നമ്മളായി തന്നെ അംഗീകരിക്കുന്നത്, സ്നേഹത്തോടും ദയയോടും കൂടി സ്വയം കരുതുന്നത്, നമ്മുടെ ഭൗതിക, ആത്മീയ, വൈകാരിക കാര്യങ്ങൾ നിറവേറ്റുന്നത്, ഇതെല്ലാം സെൽഫ് ലവിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്ത പല കാര്യങ്ങളും നമ്മളെ പല അപകടങ്ങളിലും പെടുത്തിയിട്ടുണ്ടാകും. നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ അവഗണിക്കുന്നതും അതേപോലെ നമ്മൾ ഒരുപാട് ശിക്ഷിക്കുന്നതുമെല്ലാം നമ്മളെ വല്ലാത്തൊരവസ്ഥയിൽ, ഞാൻ പോരാ എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പല ദുരനുഭവങ്ങളും നമ്മുടെ പഴയ വിശ്വാസങ്ങളെ വളരെ ശക്തമായിട്ട് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. മാത്രവുമല്ല, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ടെൻഷനായിട്ടും സ്ട്രെസ്സായിട്ടും എല്ലാം രൂപാന്തരപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിനെ എല്ലാം മറികടക്കാൻ മാത്രം ശക്തമായിട്ടുള്ള സെൽഫ് ലവിനായിട്ടുള്ള 5 വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷത്തിലായിരിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തിന്റെ അഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഓരോ നിമിഷത്തെയും നിങ്ങൾ ആനന്ദഭരിതമാക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം കരുതലേകുക എന്നതാണ്. നമുക്ക് അസുഖമോ അല്ലെങ്കിൽ മനസ്സിനൊരു വിഷമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ഒക്കെ വിളിക്കും. അവരുടെ അടുത്ത് നിന്നും ആശ്വാസവാക്കുകൾ നമ്മൾ തേടും, അല്ലേ? നിങ്ങൾ അതിനു പകരം നിങ്ങളോട് സ്വയം ഒന്ന് സംസാരിച്ച് നോക്കിയേ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? കണ്ണുകൾ അടച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അകം ലോകത്തേക്ക് ശ്രദ്ധ കൊടുക്കാൻ ഒരു അല്പ നിമിഷമെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തവർക്കെല്ലാം മനസ്സിലാകും. കാരണം നമുക്ക് പുറമേ നിന്നുള്ള ആശ്വാസവാക്കുകൾ എന്ന് പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസത്തിന് ഒരു ലിമിറ്റും ഇല്ല, അത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങളെ സ്വയം, അതായത് നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾ സ്വയം നിങ്ങളെ കരുതാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നതാണ്. അതായത് നമ്മൾ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയും, എന്താ, പിശാചിന്റെ പണിപ്പുരയാണ് നിന്റെ മനസ്സെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം കണ്ടെത്തുകയും അതിനെ നിങ്ങൾ പ്രണയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്താ പറയുക, യാതൊരു എഫക്റ്റും ചെയ്യില്ല. അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാനും അതേപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക എന്നതാണ്. ഒരു പക്ഷേ നമ്മൾ ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ തയ്യാറായേക്കാം, എന്നാൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പണ്ട് കാലത്ത് ചെയ്ത പല കാര്യങ്ങളും ഓർത്ത് നമ്മൾ ഇപ്പോൾ പരിതപിക്കും. അതിൻ്റെ കാര്യം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളോട് തന്നെ ക്ഷമിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മറ്റാരാ ചെയ്യുക? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾക്ക് വരാനുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഭാവിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തെയും ആനന്ദഭരിതമാക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ നിങ്ങളെ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ സ്വയം താരതമ്യപ്പെടുത്തുന്നത് ഒഴിവാക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ കൂട്ടുകാരിക്ക് അതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് ഒരുപാട് പണമുണ്ട് അല്ലെങ്കിൽ ഭംഗിയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം ഇകഴ്ത്താറുണ്ട്. അതിനു പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് അത് എപ്പോഴെപ്പോഴും ഓർത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം അതിനു വേണ്ടി സമയം മാറ്റി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങളൊരു നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായിട്ട് എഴുതിയതിന് ശേഷം നിങ്ങളതൊന്ന് വായിക്കുക. അതായത് ഡെയിലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ നിങ്ങളതൊന്ന് വായിക്കുക. എന്നിട്ട് സ്വയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ള ഒരാളായി മാറാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള സ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തത് കൊണ്ട് യാതൊരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.